4-4.5 ലക്ഷം രൂപ കയറ്റി വണ്ടിയാണ്. പണി കയറ്റിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 സ്വിഫ്റ്റ് ഇങ്ങനെ ഇവൻ്റെ ഒക്കെ ഫുള്ള് വില കുറഞ്ഞു ഇപ്പോൾ അല്ലേ? കുറഞ്ഞാ പറയുമ്പോൾ ഐലൈനാണ്. 2021 മോഡല്, സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ സലീം ഖാൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കേസ് കാസ് തറയിട്ടാൽ അല്ലേ? അതെ, കരിപ്പൂർ എയർപോർട്ടിന്റെ പുറകിലായിട്ട് തറയിട്ടാൽ കുമ്മടിപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, കല്യാണം കഴിഞ്ഞ ദിവസം അല്ല സെക്കൻഡ് വീഡിയോ നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, 18 വീഡിയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞത്. വിളിക്കണ്ട, നിങ്ങളിങ്ങനെ സ്റ്റോക്ക് അടുക്കി വെച്ചിരിക്കല്ലേ? ആരാ ഫോൺ എടുക്കാത്ത? ഫുൾ ടൈം എൻഗേജ് ആണ് ഫോണ്. അല്ല, ഇന്നത്തെ സ്റ്റോക്കിൽ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? എല്ലാം ഉണ്ടോ? നല്ല ഉണ്ട്, എല്ലാം കാണിക്കട്ടെ. പ്രീമിയം ഉണ്ടോ? ഓഡിയോ ഒക്കെ കാണുന്നുണ്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് എത്ര മുതലുള്ള വണ്ടിയുണ്ട് ഇവിടെ ഇപ്പോൾ സ്റ്റോക്കിൽ? ഇപ്പോൾ 50 മുതൽ സ്റ്റാർട്ടിംഗ്, 50,000 മുതൽ സ്റ്റാർട്ടിങ്ങുള്ള വണ്ടികളുണ്ട്. ഓക്കെ, അവിടെ ഒരു നിര കാണുന്നുണ്ട്. മാരുതി 800ൻ്റെ 2, 4, 6, 7 വണ്ടി നിരത്തിയിട്ടാണ് കാണുന്നുണ്ട്. അത് കാണിക്കണ്ടെന്ന്? അത് ഓരോ ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ഓരോ ദിവസം വെക്കാനാണ് കണക്കാക്കി. അങ്ങനെ വെക്കാനല്ലേ? ഓക്കെ, അങ്ങനെ വെക്കാനല്ലേ? ഫാൻസാ ഇങ്ങനെ പോവാ, ഫാൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ബാക്കി കോൺടാക്ട് ഡീറ്റെയിലിൽ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-100 അടുത്ത് വണ്ടി ഉണ്ടാവുന്നു അല്ല? ഉണ്ടാവണം. അപ്പോൾ അത് നിങ്ങൾക്ക് കാറ്റലോഗിൽ ബാക്കിയുള്ള സ്റ്റോക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. സലീം ഖാ ആരാധകർ വെയിറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് സലീം ഖാൻ എന്താ കാണാത്തതെന്ന്. നമ്മളെപ്പോഴും ഇടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് വെക്കണം അല്ലേ? വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ആദ്യം തുടങ്ങാം. ഈ ഒരു മോഡലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മോഡിഫൈ ചെയ്ത ഒരു അംബാസഡറാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ. അലോയ്സ് കയറ്റിയിട്ടുണ്ട്. സീറ്റ് കവേഴ്സ്, സീറ്റ് മൊത്തത്തിൽ മാറ്റി ചെയ്തിട്ടുണ്ട്. അതേപോലെ ടച്ച് സ്ക്രീന്. എന്തൊക്കെയാണ് വണ്ടിക്ക് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. എന്തൊക്കെ ഇല്ലാത്തതല്ല? പിന്നെ ഇത് കാണിക്കുമ്പോൾ ഇതിന്റെ ബോണറ്റ് തുറന്നിട്ട് ഡിക്കി തുറന്നിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ കാണിക്കണം. ഓക്കെ, എഞ്ചിനൊന്നും മാറ്റിയിട്ടില്ലല്ലോ? പഴയ എഞ്ചിൻ തന്നെ, പിന്നെ ഗോൾഡ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, എങ്ങനെ കാര്യങ്ങളിത്? ഇത് 2010 മോഡല്. ഇപ്പൊ പുതിയ ടെസ്റ്റ് എടുത്തതേ ഉള്ളൂ. മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ളത്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4-4.5 ലക്ഷം രൂപ കയറ്റി വണ്ടിയാണ്. പണി കയറ്റിയിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. ഓക്കെ, കാണാനുണ്ട്. മൊത്തത്തിൽ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും നീറ്റാക്കി വച്ചിരിക്കുന്ന ഒരു അംബാസഡറാണ്. എന്തായാലും പുതിയ പേപ്പറാണ്. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ ഉണ്ട്. 25-ന് അല്ലേ? ഓക്കെ, ബാക്കി 1.5 ഓടി. തേർഡ് ഓണർഷിപ്പ് എത്ര കൊടുക്കുക? ഇത് 3.5 ലക്ഷം രൂപ. 3,50,000. നമ്മൾ എപ്പോഴും അംബാസഡർ 50-60 വെക്കണം, അതാണ് വിചാരിച്ചല്ലേ? അതാണ് ചോദിക്കാൻ വന്നത്. ഫസ്റ്റ് തന്നെ ഈ വണ്ടി കാണിക്കണമെന്ന് എങ്ങനെ സംശയിച്ചു അത്? ഓക്കെ, അംബാസഡറിന് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. മാർക്കറ്റ് ചോദിക്കുന്നവർക്ക് പറ്റില്ല. മാർക്കറ്റ് നോക്കി നടക്കുന്നവർ എടുക്കേണ്ട ഒരു വണ്ടിയല്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂളിംഗ് ആണ്. അടിപൊളി വർക്കിംഗ്, അടിപൊളി കൂളിംഗാ. വീട്ടിൽ പോയിട്ടുണ്ടോ? യാത്ര പോയിട്ടുണ്ടോ? കറങ്ങണേ. അത് ശരി. ഓക്കെ, എന്തായാലും താല്പര്യം ഉണ്ടായി വിളിച്ചോളൂ. ലോണും കാര്യമൊന്നും കിട്ടൂല. 3,50,000 അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഹ്യുണ്ടായ് i10 ആണ് അടുത്ത വാഹനം. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ? 2010 ഫാസ്റ്റ് ഓട്ടോമാറ്റിക്. ഇന്നത്തെ സ്പെഷ്യൽ 2010. കംപ്ലീറ്റ് 10 ചെയ്താൽ മതി. ഓക്കെ, ആസ്റ്റ ഓട്ടോമാറ്റിക് ആണ്. നമ്പർ 10 അല്ലേ? KL 10 അവസാനം 10. i10 തന്നെ വരുമാനമുണ്ട്. ഓക്കെ, 1,85,000 രൂപ കൊടുത്താൽ നമ്പർ വാങ്ങിയത്. ആയിക്കോട്ടെ, ഓണം പറയുകയാണെങ്കിൽ 18,500 അറിയാം. ആയിക്കോട്ടെ, ബാക്കി എന്താ പറയാൻ? പുതിയ റിന്യൂവല്, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം പുതിയ ചെയ്ത് കൊടുക്കണം. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്. മറ്റേ സാധനമൊക്കെ ഉണ്ട്, മേലെ വരുന്ന ചില്ലിന്റെ സാധനം പറയുന്നത്. സൺറൂഫ്. ആ സാധനം ഉണ്ട്. അന്നുള്ളതാണ്. ആ ഒരു പീസ് ചെയ്യിച്ചാണ്. ആയിക്കോട്ടെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് i10. വണ്ടിന്റെ റീൽസ് ചെയ്ത് നടക്കും. ഓട്ടോമാറ്റിക് അതിലെ വരുന്ന അറിയില്ല. ഇത് മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് ഒരു പീസ്. നിങ്ങളുടെ തന്നെയാണ് തോന്നുന്നു. നമ്മളടുത്ത് ഇങ്ങനത്തെ മാരകേതങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഇത് നമുക്ക് പുതിയ പേപ്പറിൽ 2.40. 2,88,000 കിലോമീറ്റർ. ഇപ്പം 4th ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. ഇതിന്റെ ഒറിജിനൽ വിലയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യണ്ട. 2.40 5 വർഷത്തെ ഫുൾ പേപ്പറിൽ. ഇതിന്റെ മാനുവൽ ആണെങ്കിൽ നമ്മൾ 2011 ഉണ്ട്. 1.5 ലക്ഷം ചോദിക്കുന്നുള്ളൂ. അതെ, ആ ഒരു വ്യത്യാസം വരും. ഇത് ഓട്ടോമാറ്റിക്കും ആണ്. 8 ഗിയർ ബോക്സ് വരിക, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 2.40. ലോണ് ചാൻസ് ഉണ്ടോ ഇതിന്? ലോണ് കുറച്ചൊക്കെ കൊടുക്കാം. ലോക്കൽ 1 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ,
അടുത്തൊരു ഹോണ്ട എമൈസ് ആണ് KL56 കൊയിലാണ്ടി വണ്ടി. ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് വരുന്ന വാഹനം. എങ്ങനെയാ ചടപ്പിച്ച് എന്തേ പഴയ ഷേപ്പ് ആയിക്കാണ്ട് ഞാൻ ഒരു 12 ലക്ഷം രൂപ ചോദിക്കണം. പറഞ്ഞില്ലല്ലോ, ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഓൾഡായില്ലേ നിങ്ങളെ പോലെ തന്നെ അത് കഴിഞ്ഞല്ലോ. 2021 മോഡല്, സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓട്ടോമാറ്റിക് VX ആണ്, 2021 അല്ല സിംഗിൾ ഓണർഷിപ്പ്. ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കട്ടിങ്ങിൻ്റെ, അപ്പോൾ അതിൻ്റെ സൗണ്ട് എന്നൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ട്, സോറി, ക്ഷമിക്കുക. ഓട്ടം പറഞ്ഞത് 24,000 അല്ലേ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് 3 പ്രാവശ്യം പറഞ്ഞു ഓട്ടോമാറ്റിക്. സോറി, CVT അതിൻ്റെ പ്രായത്തിൻ്റെ ആണ്. ഇത് വിട്ടുപോകുന്നത്. നിങ്ങളെ എക്സ്പയറി കഴിഞ്ഞോ? എടുക്കാനായോ? റിന്യൂവൽ എടുക്കാനായോ? ചെയ്ത 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിയിൽ എന്താ ബമ്പർ എന്തൊക്കെ ഉള്ളൂ. ബമ്പർ ഓക്കെ മാറിയിട്ടുണ്ടല്ല. എത്രയാ? 8 ലക്ഷം. 8 ലക്ഷം ഓക്കെ. 8 വരെ ലോൺ കിട്ടുന്നുണ്ട്. കിട്ടും. 8 വരെ വെച്ചാൽ ഫുൾ ലോണായി ഏകദേശം. അപ്പോൾ ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ കാണിക്കാൻ പറ്റുമോ? ഏതാ വണ്ടി ഉണ്ടോ മാനുവൽ? അടുത്ത വെള്ളിയാഴ്ച. ആയിക്കോട്ടെ. അടുത്ത i20 റെഡ് i20 ആണ്. പക്ഷേ റൂഫ് ഇപ്പോൾ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ബ്ലാക്ക് പെയിൻ്റ് അല്ലല്ലോ, സ്റ്റിക്കറല്ലേ? ഓക്കെ. KL56 വണ്ടി, എലൈറ്റാണ് ഷേപ്പ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? മാഗ്ന ഡീസൽ 2015 മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ 84,000 കിലോമീറ്റർ മീറ്റർ കാണിക്കുന്നുണ്ട്. കിലോമീറ്റർ ഉറപ്പിച്ച് പറയുന്നില്ല. 84,000 നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പണി എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം മേജർ ആക്സിഡൻ്റ് ഒന്നും കണ്ടിട്ടില്ല. എല്ലാം ചെക്ക് ചെയ്തല്ലേ? ഓക്കെ. എന്നാലും വണ്ടി നീറ്റിലുള്ളത്. നല്ല ബോഡിയും അതേപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി നീറ്റിലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 2015 മാഗ്ന ഡീസൽ. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. പുറകിൽ ആവറേജ് ഉള്ളൂ. എത്രയായിപ്പോൾ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ലില്ല. 4.30. അതെ ചോദിക്കാം. 4,30,000. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ 4 ലക്ഷം കിട്ടും. 30,000 രൂപ കൊണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു ഡീസൽ i20 ആണ്. 2015 പെട്രോൾ ഉണ്ട്. 16-17 റേസറുള്ള ആസ്റ്റുണ്ട്. ആയിക്കോട്ടെ, കാണിക്കാം കേട്ടോ. അടുത്ത i20 ആണ്. KL18 വടകര രജിസ്ട്രേഷൻ. ടോപ്പിൻ്റെ ഇത് ആസ്റ്റയാണ്. ഏതാ മോഡല്? ഇത് 16-17 റേസർ. 16-17. ഓക്കെ. മൂന്നാമത്തെ ഓണർഷിപ്പ്, 91,000 കിലോമീറ്റർ, പെട്രോൾ. ആസ്റ്റയാണ് വരുന്നത്. ടോപ്പ് ആസ്റ്റ ഓപ്ഷനിൽ വരുന്നുണ്ട്. അന്ന് ആസ്റ്റ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇത് ടോപ്പിൻ്റെ തൊട്ട് താഴെ അല്ല? ഓക്കെ. പെട്രോളാണ്. നേരത്തെ ഡീസലാണ് കണ്ടത്. നേരത്തെ കണ്ട് ഡീസലാണ്. പക്ഷേ ഇത് 16-17 റേസറാണ്. വില കൂട്ടണില്ല, അതേ റേറ്റിന് കൊടുക്കുന്നത്. 4.30. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ, പെട്രോൾ, ആസ്റ്റ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓണർഷിപ്പ് 3 കിലോമീറ്റർ, 91,000. പെട്രോൾ വണ്ടിയാണ്. കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറവായിരിക്കും ഡീസലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മെയിൻ്റനൻസും കുറയും, മൈലേജും കുറയും. അതാണ്. ഓക്കെ. ഒരു 12-15 മാക്സിമം. അടുത്ത വണ്ടിയിലോട്ട് പോകും. അങ്ങനെ നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. Audi Q5 KL7 രജിസ്ട്രേഷൻ വാഹനം. കേരള വണ്ടിയല്ലേ? പ്രീമിയം വേണം, റേറ്റ് കുറയണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു തന്നെ. ഞാൻ കാണിച്ചു കൊടുക്കില്ല. ആയിക്കോട്ടെ. ഡീറ്റെയിൽസ് പറയട്ടെ? കേൾക്കാൻ റെഡി? ഞങ്ങള് 2011 Q5 എന്താ പറയണ്ടേ? 1,57,000 കിലോമീറ്റർ ഡീസല്. എന്താ 7,80,000. 7,80,000 1,55,000 കിലോമീറ്റർ ഓടിയ 2011 Audi Q5 നിങ്ങൾ കൊണ്ടുപോകാം. ഒരു SUV സെഗ്മെന്റ് വാഹനമാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. 5 ഓണറായെന്നുള്ളൊരു കിട്ടും. 5 ആൾക്കാർ യൂസ് ചെയ്തതിന്റെ. ശരി, അങ്ങനെ $60 എടുക്കാൻ. ആയിക്കോട്ടെ. അതിനൊന്നും എക്സ്ട്രാ മേടിക്കണില്ല ഞങ്ങള്. ഇപ്പൊ എത്രയാ പറഞ്ഞ? 70. 7,80,000 കൊണ്ടുപോകാൻ. ലോണ് ചാൻസ് ഇല്ല. ലോണ് കുറച്ച് കൊടുക്കാൻ കിട്ടോ? ഓക്കെ. ഒരു 5 ലക്ഷം കിട്ടുമോ? നോക്കാം. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തൊരു ഡീസൽ മൈക്ര KL10 മലപ്പുറം വണ്ടി. ആണ് ഗസ്റ്റാണ്. പിന്നെ മൈക്രോമലത്തിൽ 4-5 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. കാറ്റലോഗിൽ നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ ഒരെണ്ണം കാണിക്കാം. ഇത് 2015 റീ വണ്ടിയാണ് ഡീസൽ. ഇപ്പം നിലവിൽ 4th ഓണർഷിപ്പിലുള്ളത്. പിന്നെ 1,20,000 കിലോമീറ്റർ ഓടിയാണ്. XP ആണ് കാണിക്കുന്നത്. ഒന്ന് നോക്കുക. ഇല്ല, ബട്ടൺ നമ്മൾ എക്സ്ട്രാ വെക്കേണ്ടി വരും. അപ്പോൾ XL ആയിരിക്കും കേട്ടോ. റേറ്റ് വന്നിട്ട് 2,30,000. 2,30,000 രൂപയ്ക്ക്. ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം.
ഫുൾ ഓണിൽ. ഓക്കെ, 2015 വാഹനമാണ്. ഫുൾ ഓണിൽ 230 ഡീസൽ മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ 10-16 പെട്രോൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, നല്ല മൈലേജ് ആയിരിക്കും. 20 അപ്പോൾ മൈലേജും കിട്ടും. നല്ല ഓടിക്കാൻ സുഖമുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ മെക്കാനിക്കൽ പണിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നിങ്ങൾ ഓടിച്ച് നോക്കാറുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ. അടുത്ത വണ്ടിയിലുണ്ടോ? വെറും 4,10,000 രൂപയ്ക്ക് ഈ 2 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 14 ആൾക്ക് പോലെ. അതെ, ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. ഇനി ഓരോന്നിൻ്റെ വില പറഞ്ഞുതരാം. ഇവിടുന്ന് പറയാനേ, ഇത് 2015 ടി വേരിയന്റിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 98,000 കിലോമീറ്റർ. ഓക്കെ, 2,10,000 രൂപ. 2,10,000. അത് ഇതും സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. പിന്നെ 1,42 ഓടിന്. അതിനെ കൊണ്ട് അതിന് 2 ലക്ഷം ചോദിക്കുന്നുള്ളൂ. സെയിം മോഡലാ? സെയിം മോഡൽ, സെയിം വേരിയന്റ്. 1.5 മുതൽ 2 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ഓക്കെ, 19,000 രൂപ ഉണ്ടാവും. അല്ലെങ്കിൽ ഫുൾ ലോണിൽ ചെറിയൊരു എമൗണ്ട് 10,000 അതിന് കാണണം. എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ല എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. എന്തെങ്കിലും എന്താ പ്രശ്നം? 10,000 അതിന് കൂടാൻ കാരണം എന്താ? ഇതിന് ഒരു കിലോമീറ്ററിന്റെ മാറ്റാണ്. എത്രയായിട്ട്? ഒരു 40,000 കിലോമീറ്റർ കൂടുതൽ ഓടിയുണ്ട്. കൂടുതൽ ഓടിയുണ്ട്. എക്സ്പീരിയൻസിലുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും വില കൂടുതലല്ല വേണ്ടേ? ഇത് നിങ്ങളെ മാതിരിയാണ്. നിങ്ങളെ പോലെ മണ്ണയാണല്ലേ? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് അറിയാം എന്താണല്ലേ. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നും കാര്യമൊന്നുമില്ലല്ലോ? 2015 മോഡൽ. ക്ലെയിം വരില്ലത് എന്തേ? ഒരുപാട് കാരണങ്ങളുണ്ട്. വ്യക്തമായില്ല, പിന്നെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ, 2 7 സീറ്ററാണ്. ഒന്ന് 2,10,000, ഒന്ന് 2 ലക്ഷത്തിനും. 2015 മോഡലാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലുണ്ട്. സലീം കവർ ക്യാമറ നേരെ വെക്കണ്ട, ചെരിച്ച് വെച്ചോ. കാരണം എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 സ്വിഫ്റ്റ് ഇങ്ങനെ നിരന്ന് കിടക്കാണ്. അപ്പം ഞാൻ കവർ ചെയ്തുകൊണ്ട് കാണുന്ന എടുക്കേണ്ടതാണ്, നിരന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് അതാ പറഞ്ഞേ, ഞാൻ ഇതാ വിചാരിച്ചു. കുഴപ്പമില്ല. ഇത് 1,30 ഈ സ്വിഫ്റ്റിന്റെ വില. അത് അല്ലേ? ഇത് പറയാം. ഇത് പറയാം. ഇത് 57 വണ്ടി. 2013 മോഡൽ 14 റേസർ. സെക്കൻഡ് ഓണർഷിപ്പില് 1,12,000 കിലോമീറ്റർ. ഡീസലാ? അതെ, വീടി. ഓക്കെ, 1,12 ഓടിയ വണ്ടി. 13 മോഡൽ 14 രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. ഇത് നമ്മളോട് ചോദിക്കുന്ന റേറ്റ് 3,60,000. 4 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ, 3 ലക്ഷം വരെ ലോൺ കിട്ടും. 3 ലക്ഷം വരെ ലോൺ കിട്ടും. എത്ര? 3 ലക്ഷം വരെ. 3 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, 3,60,000 ചോദിക്കുന്നത്. വേണേൽ 4 ലക്ഷത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ക്ലെയിം ഒന്നും കാര്യമൊന്നുമില്ലല്ലോ? ഉറക്കൊന്നുമില്ലല്ലോ? ഓക്കെ, നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ച് പെട്രോൾ ആണ് മൈലേജ് കുറക്കാം. പെട്രോൾ ആണല്ലേ? അല്ല, ഇനി ഡീസലാണ്. ഓട്ടോമാറ്റിക് 1,80 അത് 1,90 എങ്ങാണ്ട് പോകും. ഈ ഷേപ്പ് തന്നെയല്ല? ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. നല്ല അടിപൊളി അലോയ്സും. ഞാൻ കൂടെ പറയാൻ നിൽക്കുന്നത് ക്യാമറ പടം കൊണ്ടു അലോയ്സിന്റെ അടുത്ത് വെക്കിയെന്ന് പറയാൻ നിൽക്കായിരുന്നു. ബലൂൺ ടയേഴ്സും ഒക്കെ ചെയ്ത ഒരു അടിപൊളി വണ്ടി. എങ്ങനെയാ ഡീറ്റെയിൽ? 2015 മോഡല്. റീ ആണ്. ഇപ്പൊ 3ാമത്തെ ഓണർഷിപ്പിലുള്ളത്. 2,12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഉറപ്പിച്ച് പറയാം. അത്ര ഓടിയാ പോരെ? മതി. പുതിയ ഇൻഷുറൻസ് ആണ്. തൽക്കാലം ഇൻഷുറൻസ് തീർന്നെടുക്കാം. മീറ്റർ ആയി അങ്ങനത്തെ പരിപാടി നമുക്ക് അറിയില്ല. അപ്പോൾ പേപ്പറൊക്കെ വന്ന് 2030 വരെ ഉണ്ട്. ഡീസലാണ്. ഡീസൽ JD പ്ലസ്. ഓൾമോസ്റ്റ് ഡബിൾ പ്ലസ് ആണ് അലവ് അടക്കം വരുമ്പോൾ. പിന്നെ 4,10,000 ചോദിക്കുന്നത്. 4 ലക്ഷം വേണമെങ്കിൽ ലോണും കൊടുക്കാം. 4,10,000. ഓക്കെ ഓക്കെ, നോക്കിയതാ. നല്ല മൈലേജ് ഉണ്ടാവും. ഡീസൽ ആയതുകൊണ്ട് തന്നെ ഒരു 20 റേഞ്ച് 20ന്റെ അബോവ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലോട്ട്. ഇതൊന്നും അങ്ങനെ ക്ലെയിം ഉണ്ടാവില്ല. എന്താ റീ ആയി കഴിഞ്ഞാൽ KL57 റീ ആയി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് 2 ക്വിഡ് ഉണ്ട് നമ്മളെ കാത്തിരിക്കുന്നു. ഒന്ന് KL59, ഒന്ന് KL11. ഫസ്റ്റ് നമ്മൾ അത് പറയണോ? ഏതാ പറയാം. അത് പറയാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് പറയൂലോ? അവറോ? 2016 800 cc 4th ഓണർഷിപ്പ്. കിലോമീറ്റർ 64,000. RXL. ഓക്കെ, 2016 വണ്ടി. അതെ, 2,20,000. 2,20,000. ഓക്കെ, 1.5 to 2 വരെ ലോൺ കിട്ടും. ഓക്കെ, ഞാൻ പറയട്ടെ. ഇനി ഇത് KL11. അത് 2017 3 ഓണർ. 88,000 കിലോമീറ്റർ. 290. ഏത് ഓപ്ഷൻ? RXL. ഓക്കെ, RXL. പിന്നെ 1000 cc വരാം. 1000 cc വണ്ടിയാണ്. അത് 800 ആണ്. ഓക്കെ ഓക്കെ, വേറെ ക്ലെയിം? ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞില്ല. ഓക്കെ, അത് മാനുവൽ, ഇത് ഓട്ടോമാറ്റിക്. ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട് 17,000 ഓട്ടോമാറ്റിക്. അതിന്റെ കാറ്റലോഗിൽ കാണാം. ഓക്കെ, മാക്സിമം ലോൺ കിട്ടില്ല. ഓക്കെ, വേറെ വർക്കും കാര്യമൊന്നുമില്ല. ഇല്ല. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത വാഹനം Volkswagen Vento. വെന്റൊക്കെ ഫുള്ള് വില കുറഞ്ഞിപ്പോലെ. പറഞ്ഞാ പറയുമ്പോൾ ഐലൈനാണ്. നിങ്ങൾ പറഞ്ഞാലേ കുറഞ്ഞൊന്ന് പറയാൻ പറ്റും.
2011 മോഡല് 1,35,000 കിലോമീറ്റർ 3 ഓണർ ഡീസൽ ഹൈലൈൻ. ഓക്കെ, വെറും 1,90,000 രൂപ. കുറഞ്ഞില്ലേ? ഞെട്ടിയോ? ഇല്ല ഞെട്ടിയിട്ടില്ല. കൊല്ലം മാറിയെന്ന് അറിഞ്ഞില്ല. ഞാനെപ്പോഴാ അറിഞ്ഞേ? 2025 ഓക്കെ. എന്നാലും 1.5 മുതൽ 2 വരെ ലോൺ കിട്ടുന്ന വണ്ടി കേട്ടോ. ലോൺ കിട്ടും. ഓക്കെ, വർക്കൊന്നും ഇല്ലല്ലോ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഡീസലാണ്, മൈലേജ് ഉണ്ടാവും. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഓക്കെ, ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ 7 സീറ്റർ ഒന്നും കാണിച്ചിട്ടില്ല. കാറ്റലോഗ് നോക്കാം അല്ലേ? ജസ്റ്റ് ഒരു 7 സീറ്റർ കാണിക്കാൻ. ഒരു 7 സീറ്റർ കാണിച്ചു കൊടുക്കാം. ഓക്കെ,